ഇത് അടിപൊളി ഒരു അവിൽ മിൽക്ക് ഷേക്ക് കഴിക്കാനാണ് പോകുന്നത്. നമ്മളെ പെരിന്തൽമണ്ണ ബൈപ്പാസിലുള്ള മൗസി ബനാന അവിൽ മിൽക്ക്. ഇവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് നമുക്ക് പറയാം. അത്രത്തോളം യൂണിറ്റ് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ കേരളത്തിന് പുറത്തുമുണ്ട്, അതുപോലെ ഇന്ത്യക്ക് പുറത്തുമുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഇവിടുത്തെ അവിൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അവിൽ മിൽക്കാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഇവരെ എന്തായാലും സ്റ്റാഫിനോടും ചോദിക്കണം കാര്യങ്ങളൊക്കെ. എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം അവർക്ക് ഷെയർ ചെയ്യണം. നമുക്ക് ഇവരുടെ സ്റ്റാഫിനോട് എന്താ കാര്യങ്ങൾ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. നിങ്ങളുടെ പേരെന്താ? ഓ അസി. മലപ്പുറം തന്നെ. അപ്പോൾ ഇവിടെ എത്ര വർഷമായി ജോലി ചെയ്തു? 1.5 വർഷമായി. 1.5 വർഷമായി. ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ഉള്ളത് അവിൽ മിൽക്ക് ഷേക്കിൽ? അവിൽ മിൽക്കാണ് പ്രധാനമായിട്ട് വരുന്നത്. നമുക്ക് പ്രധാനമായിട്ട് അവിൽ മിൽക്ക് തന്നെ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾ ഓർഡർ ചെയ്യുന്ന അവിൽ മിൽക്ക് ഏതാണ്? നമ്മൾ കൂടുതലും മൂവിങ്ങിൽ നട്ട്സ് ആയിട്ട് വരുന്ന അവിൽ മിൽക്ക് ഉണ്ട്. ഫ്രൂട്ട് നട്ട്, റോയൽ, ടെൻഡർ, മൽഗോവ, അങ്ങനെ മൂവിങ്ങുള്ള ഐറ്റം. ഏറ്റവും കൂടുതൽ ആൾ നട്ട്സിൻ്റെതാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? അതെ അതെ. ആ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ കുറച്ച് കുറവായിരിക്കും. ഉച്ച മുതൽ അങ്ങോട്ട് ആളുകൾ ഇത് എത്ര മണി വരെ ഉണ്ട്? 11 വരെ ഓപ്പണാണ്. രാത്രി 11 വരെ. ആ, രാവിലെ 11 മണി തൊട്ടിട്ട് രാത്രി 12 മണിക്കൂർ ഉണ്ടല്ലേ? അതെ. പിന്നെ അങ്ങോട്ട് സീസൺ ആയില്ല അല്ലേ? അതെ അതെ, നല്ലൊരു സെൻറ്റർ. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പം കുറച്ച് കാര്യങ്ങൾ മാനേജർ ലുബൈബിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ 1985 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഷിംല ഫുഡ് പറഞ്ഞ പേരിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 40 കൊല്ലം അല്ലേ? 40 വർഷമായി. ആദ്യം ഇവിടെ ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ MDയുടെ ഫാദറാണ് ഇതിൻ്റെ ഫൗണ്ടർ. അപ്പം ആ കാലം മുതൽ അവിമിക്ക് കാര്യങ്ങളുണ്ട്. പക്ഷെ MD വന്നതിന് ശേഷം പിന്നെ അതൊന്ന് അപ്ഡേറ്റ് ആയി സെറ്റ്. ഇപ്പം ഇവിടെ വന്നിട്ട് 5 വർഷത്തിൻ്റെ നിയർ. നമുക്ക് 40+ അവിമിൽക്കിൽ വരുന്നുണ്ട്. 40,000 പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പ്ലസ് നമ്മളെ ചീസ് പിന്നെ സാൻഡ്വിച്ചസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ 50+ പ്രൊഡക്റ്റ് വരും. ഈ ഒരു സ്ഥലത്ത് നിങ്ങളെ വേറെ ബ്രാഞ്ചുകൾ ഉണ്ടോ? ഒരുപാട് ഇത് നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ടോട്ടൽ 7 ബ്രാഞ്ച് ഉണ്ട്. 7 ഔട്ട്ലെറ്റ്. പെരിന്തൽമണ്ണ നമുക്ക് 2 ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ മലപ്പുറത്തുണ്ട്, മഞ്ചേരി ഉണ്ട്, പിന്നെ നിലമ്പൂരുണ്ട്, മേലാറ്റൂരുണ്ട്, പിന്നെ കോട്ടക്കലുണ്ട്. വലിയൊരു സംഭവം തന്നെയാണ് സംഭവം അല്ലേ? ടോട്ടല് പുറത്തുണ്ടോ? പുറം രാജ്യങ്ങൾ 5 രാജ്യങ്ങളിലാണ് നമുക്ക് ടോട്ടൽ 45+ ഔട്ട്ലെറ്റ്സ് ആയി. 45-ലധികം രാജ്യങ്ങളിലുണ്ട്. 5 രാജ്യങ്ങളിലായിട്ടുണ്ട്. ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി, ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി. നമ്മുടെ സിഗ്നേച്ചർ അവിടെ വിൽക്കാനാണ് പ്രൊഡക്റ്റ്. അതിന്റെ ഒരു ലക്കായിരിക്കും ഞാനും മഞ്ഞ എടുത്ത് വരാനുള്ള കാരണം. മഞ്ഞ നിറകാണ്ട് മാംഗോ ലുക്കല്ലേ? ബനാനേന്റെ കളറൊക്കെ തന്നെയാണല്ലോ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കറക്റ്റായ പെയിന്റ് അല്ലേ? അപ്പോൾ അതിന്റെ മെയിൻ കണ്ടന്റ് നമ്മൾ ഇതിന്റെ ടേസ്റ്റ് തന്നെയാണ്. തുടങ്ങിയ ആ ഒരു തന്നെയായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. സ്റ്റാഫിലും ഇവിടെയുള്ളവരെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, അങ്ങനെ രണ്ടുകൂടെ മിക്സഡ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ പൂർവികമായിട്ട് കിട്ടിയ ഒരു പൈതൃകമായിരിക്കും നമ്മളെ ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഫുഡിന്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും തന്നെ നമ്മളെ പാർസൽ കൊടുക്കുന്നുണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇപ്പം ആപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. ഫുഡ് ഓർഡർ, ഈറ്റിഗോ, സ്വിഗ്ഗി, സൊമാറ്റോ എല്ലാം അവൈലബിൾ ആണ്. മലപ്പുറത്ത് അറിയപ്പെടുന്ന സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ, ഇന്നത്തെ കാലത്തിൽ ഇപ്പം മലപ്പുറം എന്നതിലുപരി നമ്മുടെ വേൾഡിൽ തന്നെ ഇപ്പം ഓൾമോസ്റ്റ് 5 രാജ്യങ്ങളായിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് നല്ലൊരു. അതെ അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അവിൽ മിൽക്ക് നമ്മൾക്ക് ഉള്ളത് ഓർഡർ വന്നിട്ടുണ്ട്. എല്ലാം കൃത്യമായിട്ട് സാധനം എത്തിയിട്ടുണ്ട്. പലതരം ഫ്ലേവറിലുള്ളതാണ്. ഇത് വെറൈറ്റിയാണ്, കിഡ്സിൻ്റെതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ കുടിച്ച് ഓരോന്നിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും നമുക്ക് അറിയാം. എന്നാലും നമ്മൾ കുടിച്ച് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു നാട്ടിലേക്ക് എത്തിയാൽ നമ്മൾക്ക് അതിൻ്റെ ടേസ്റ്റ് മാറും. പ്രത്യേകിച്ച് ഇത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് മൗസീൻ. ഇത് സൂപ്പറാണ്. എൻ്റെ നേരെ മുമ്പിൽ ഇക്ബാൽ ഇങ്ങനെ നാവിൽ വെള്ളം മൂറി ഇരിക്കുന്നുണ്ട്. അതെനിക്കൊരു തമാശയായിട്ടും തോന്നി. അവനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നട്ട്സിൻ്റെതുണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറിൻ്റെ ഉണ്ട്. ഓരോരോ ഐറ്റംസാണ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഞാൻ രണ്ടാമത്തതാണ് ഇപ്പം കഴിക്കുന്നത്. അതും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അതുകൂടാതെ നമ്മൾ അടിപൊളി സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും ഇങ്ങോട്ട് സാധനങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് കുടിച്ച് ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ തള്ളാനൊന്നുമില്ല. ഇത് എല്ലാവർക്കും അറിയുന്നൊരു ഷോപ്പാണ്. പക്ഷേ ഞാനിവിടെ എത്തിയാലും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു വേറെ തന്നെ വൈബാണ്. നമ്മൾ എത്ര വേറെ എവിടെ പോയി കുടിച്ചാലും ചിലപ്പോൾ ഈ ടേസ്റ്റ് കിട്ടണമെന്നില്ല. അത്രത്തോളം സൂപ്പറാണെന്ന് എനിക്ക് തോന്നുന്നു. അവിൽ മിൽക്കിലെ രാജാക്കന്മാരാണ് ഇവരെന്ന് എനിക്ക് തോന്നുന്നത്.
ഇതാണ് കുടിച്ചതിൽ ഏറ്റവും സൂപ്പർ, മറ്റുള്ള മോശമല്ല, ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു തോന്നിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാൻഡ്വിച്ച് എത്തിയിട്ടുണ്ട്, ഇനി ഇത് കഴിച്ചു നോക്കണം. വൃത്തിയുള്ള ഷോപ്പാണ്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ഇങ്ങനെ ഒരു മഞ്ഞ നിറത്തിലുള്ള പെയിൻറ്റ്, അത് ഇതിൻ്റെ വലിയൊരു ആകർഷണം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം ഒന്നിനൊന്ന് നല്ല മെച്ചം തന്നെയാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത്. പിന്നെ നമ്മൾക്ക് ഒരു ഷോപ്പിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീറ്റ്, അതിൻ്റെ ആ ഒരു ഡീലിങ്, ഇത് തന്നെയാണ് നമ്മൾ ഇനിയും അങ്ങോട്ട് പോയിട്ടാകുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന ഘടകം. അപ്പോൾ ഇവർക്ക് ഒരുപാട് യൂണിറ്റുകൾ കേരളത്തിൽ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുണ്ട്, ഇന്ത്യക്ക് പുറത്തുമുണ്ട്, ഗൾഫ് രാജ്യങ്ങളിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കി അതിനുശേഷമുള്ള വേറെ ഐറ്റംസാണിത്. ഇതെല്ലാം എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളി സാൻഡ്വിച്ചാണ്, ചിക്കൻ. അപ്പോൾ ഇത് ഒന്ന് ആഞ്ഞ് വലിക്കുന്നുണ്ട്, ഒന്നും ശരിക്കൊന്നും അങ്ങോട്ട് വരുന്നില്ല. നമ്മളെന്തായാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് നമ്മളെ ഇക്ബാൽ ഇപ്പോഴും, അത് സത്യം പറഞ്ഞ് ഇതിപ്പോൾ ഇയാളെപ്പോഴാണ് ഇത് അവസാനിപ്പിക്കുക എന്ന രീതിയിൽ ഇക്ബാൽ ഇരിക്കുന്നുണ്ട്. അതെനിക്കൊരു സങ്കടമാണ്. അപ്പോൾ ഇക്ബാലിന് ഞാൻ വിട്ടുകൊടുത്തു, ബാക്കി ഇക്ബാലും കഴിക്കട്ടെ, എന്തായാലും കുറച്ച് ഞാനും കഴിക്കട്ടെ. അപ്പോൾ ഇത് അത്രയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന സമയത്ത്. അപ്പോൾ ഇക്ബാലാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാം, ഈ ഷോപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും മറ്റുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇക്ബാലിന് ഒരു ബിഗ് താങ്ക്സ് എന്നതിലുണ്ട് ഇവിടെ എത്തിച്ചെന്നതിൽ. അപ്പോൾ അതുപോലെ തന്നെ ലത്തീഫ് ഭായ് നമ്മൾ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. ലത്തീഫ് ഭായും അതുപോലെ സ്റ്റാഫും എല്ലാം നല്ല സഹകരണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് വന്ന് ഇവിടെ ശരിക്ക് ഈ പെരിന്തൽമണ്ണ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ മറ്റുള്ള സ്ഥാപനങ്ങളിലും വന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് കുടിച്ച് എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.